ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രുചികരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു കടുകുമാങ്ങ അച്ചാറാണ്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ ഇതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനിയും ചൂടായ ഈ ഓയിലിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉലുവ നന്നായി പൊട്ടി വരട്ടെ. ഉലുവ ഈ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുകും ഉലുവയും നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വരണം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചമുളക് ഒന്ന് വഴന്ന് വരട്ടെ. അത് കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം നന്നായി മൂത്ത് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു അല്പം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല ഒരു രുചിയും മണമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിരിക്കുന്ന മാങ്ങയാണിത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അതിനുശേഷം നമ്മുടെ ഈ മസാല ഇതിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വിനാഗിരിയോ വേറെ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റിയുള്ള ഒരു അച്ചാറായി മാറും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് അതിനടുത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് മറക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.